ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് പങ്കുവെക്കുവാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 31-32 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ ഇത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. The Gospel according to Saint Matthew, chapter 21, verse 31 and 32. Jesus said to them, truly I tell you, the tax collectors and the prostitutes are going into the kingdom of God ahead of you. For John came to you in the way of righteousness, and you would not believe him. But the tax collectors and the prostitutes believed him. Even when you saw it, you did not change your minds and believe him. Hallelujah. എന്താണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ആരാണ് ഈ നിങ്ങൾ? എങ്ങനെയാണ് ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ തിരുവചനങ്ങളൊക്കെ പറയുന്നത് കേട്ട് ചില വ്യക്തികൾ പറഞ്ഞു, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ കുറച്ച് വചനമൊക്കെ പഠിച്ചു പറയുവാൻ ആർക്കാണ് സാധിക്കാത്തത്? ഇതൊക്കെ ആർക്ക് വേണേലും സാധിക്കുന്ന കാര്യമാണ്. അത്ര കേമൊന്നുമല്ല, വളരെ നിസ്സാര കാര്യമാണ് എന്നൊക്കെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ല, ദൈവികമായ ജ്ഞാനം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇതൊന്നും സ്കൂളിലോ അല്ലെങ്കിൽ വേദിയിലൊക്കെ പ്രസംഗിക്കുന്നത് പോലെയല്ല. കലോത്സവ വേദികളിൽ 1-ാം സ്ഥാനം കിട്ടിയവർക്ക് പോലും പറയുവാൻ സാധിക്കാത്ത വിധം വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. പക്ഷേ കർത്താവ് അതിന് മതിയായ ഒരു ഉത്തരം നൽകി. അതാണ് സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുവചനം. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുവാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്നും നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുവാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്നും നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? Book of Numbers, chapter 16, verse 9. Is it too little for you that the God of Israel has separated you from the congregation of Israel to allow you to approach him in order and to perform the duties of the Lord's tabernacle and to stand before the congregation and serve them? Praise the Lord. Hallelujah. ദൈവവേല ചെയ്യുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഒരു നിസ്സാര കാര്യമല്ല. മറ്റുള്ളവരിൽ നിന്നും ദൈവം നമ്മളെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് ഒരു നിസ്സാര കാര്യമായി കണക്കാക്കരുത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും എടുപ്പും നടപ്പും പ്രവൃത്തികളും സംസാരവും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞതായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുച്ചെന്ന് പറഞ്ഞു, മോനെ,
പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. എന്നാൽ അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? രണ്ടാമൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ പിതാവ് മൂത്ത മകൻ്റെ അടുത്ത് ചെന്ന്, മോനെ, നീ ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോകണം, പണിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പോകാമെന്ന് പറഞ്ഞു. അപ്പനെ സന്തോഷിപ്പിച്ചു. അപ്പൻ വിചാരിച്ചു, ഇവനാണ് നല്ല മകൻ, നല്ല അനുസരണയുള്ള മകൻ, മക്കളായാൽ ഇങ്ങനെ വേണം എന്നൊക്കെ. എന്നാൽ അടുത്ത മകനാകട്ടെ അപ്പനോട് ധിക്കാരം പറഞ്ഞു. ഞാൻ പോകില്ല, എനിക്ക് മനസ്സില്ല എന്നൊക്കെ. എങ്കിലും അവന് തോന്നി, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെ പറയരുതായിരുന്നു, ദൈവസന്നിധിയിൽ വലിയ പാപമായിപ്പോയി. അവന് അനുതാപം തോന്നി. വലിയ പശ്ചാത്താപത്തോടുകൂടെ അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. എന്നാൽ മൂത്ത മകൻ അപ്പനെ ശരിക്കും കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പോകാം എന്ന് പറഞ്ഞെങ്കിലും അവൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ചേട്ടൻ പറഞ്ഞു, എനിക്കിപ്പോൾ പണ്ടത്തേതുപോലെ ധ്യാനകേന്ദ്രത്തിൽ പോകാനൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നും തോന്നുന്നില്ല. അതെന്താണ് ചേട്ടാ അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനല്ലേ അവിടുത്തെ വലിയ ലീഡർ, വലിയ പ്രാർത്ഥനക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവൻ ധ്യാനകേന്ദ്രത്തിലാണ്. അവൻ എങ്ങനെയുള്ള ആളായിരുന്നെന്ന് അവിടെ ആർക്കും അറിയില്ല. എങ്ങനെയോ കുറച്ച് പൈസ കിട്ടി. ആ പൈസ ഭയങ്കരമായ പലിശയ്ക്ക് കടം കൊടുത്ത്, പലിശ കിട്ടാൻ അല്പം താമസിച്ചാൽ നിഘണ്ടുവിലില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞ് ബഹളം വെച്ച് നടന്നിരുന്ന ആളാണ് ഇപ്പോൾ പ്രാർത്ഥനക്കാരനാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ വരത്തുള്ളൂ, വന്നാലും ഏറ്റവും പുറകിലേ നിൽക്കത്തുള്ളൂ, അതും കുർബാനയിൽ സംബന്ധിക്കാനൊന്നുമല്ല. പലിശ തരാതെ ഒളിച്ചു നടക്കുന്നവരാരെങ്കിലും പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുർബാന കഴിയുമ്പോൾ കൈയോടെ പിടിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരാളുടെ കാര്യമാണ്. ഇങ്ങനെ പലരെക്കുറിച്ചും ചിന്തിക്കുകയും സംസാരിച്ച് നടക്കുകയും ചെയ്യുന്ന പല നീതിമാന്മാരെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ നാട്ടിൽ ജനങ്ങളുടെ അപ്രീതി സമ്പാദിച്ച് നടന്നിരുന്ന ചേട്ടൻ ഇപ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി മാറിയതെന്ന് ആ നീതിമാനെന്നും പറഞ്ഞ് നടക്കുന്ന ചേട്ടൻ ചിന്തിച്ചിട്ടില്ല. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഞാൻ പോകില്ല, എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പനെ വേദനിപ്പിച്ച മകനാണ് പിന്നീട് അപ്പൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയത്. ആ ചുങ്കം പിരിച്ച് നടന്നിരുന്ന ചേട്ടനെ ഒരു ദിവസം ഭാര്യയും മക്കളൊക്കെ കൂടെ നിർബന്ധിച്ച് ഒരു ധ്യാനത്തിന് വിട്ടു. ആ ധ്യാനത്തിലിരുന്ന് വചനം കേട്ടപ്പോൾ ആ ചേട്ടന് തോന്നി, ഇങ്ങനെ അമിതമായ പലിശയ്ക്ക് കടം കൊടുത്ത് ഈ ഇടപാടൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, തെറ്റായിപ്പോയി, വലിയ പാപമായിപ്പോയി. ആ ചേട്ടന് വലിയ അനുതാപവും പശ്ചാത്താപവും തോന്നി. ഇതെല്ലാം ഉപേക്ഷിക്കുമെന്ന് ആ ചേട്ടൻ തീരുമാനമെടുത്തു. ആ നിമിഷം ആ ചേട്ടൻ സ്വർഗരാജ്യത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ കുരിശിൽ കിടന്നിരുന്ന 2 കള്ളന്മാരും ഒരേ തിന്മയാണ് ചെയ്തത്. എന്നാൽ ഒരുവന് തോന്നി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, വലിയ പാപമായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു. അവന് വലിയ അനുതാപവും പശ്ചാത്താപവും തോന്നി. ആ നിമിഷം കർത്താവ് അവനോട് പറഞ്ഞത്,
നീ ഇപ്പോൾ മുതൽ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കുമെന്നല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചേട്ടൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് പഴയ ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്നു. അവിടെ നിന്ന് ആ ചേട്ടനെ ദൈവം ഉയർത്തി. ആ ചേട്ടനെ ഒരു പ്രാർത്ഥനക്കാരനും വലിയ ലീഡറുമാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും ആ നീതിമാനെന്നും പറഞ്ഞ് നടക്കുന്ന ചേട്ടൻ അറിഞ്ഞിട്ടില്ല. ആ ചേട്ടന് ഇപ്പോൾ വലിയ നാണക്കേടാണ്. കാരണം പണ്ട് പള്ളിയിലെ ഏറ്റവും പുറകിലത്തെ നിരയിൽ നിന്നിരുന്ന ആളെയാണ് കർത്താവ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പാപിയായ മനുഷ്യൻ എന്നും പാപിയായി തന്നെ കഴിയണം എന്നാണോ നീതിമാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം, അതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷിക്കും. The Gospel according to Saint Luke, chapter 15, verse 7. Just so I tell you, there will be more joy in the heaven over one sinner who repents than over 99 righteous persons who need no repentance. Praise the Lord. Hallelujah. ഇനി നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഒന്ന് കടന്നു പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 3-ാം തിരുവചനം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നിയമജ്ഞരും ഫരിസയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നടുവിൽ നിർത്തി. The Gospel according to Saint John, chapter 8, verse 3. The scribes and the Pharisees brought a woman who had been caught in adultery and making her stand before all of them. Praise the Lord. Hallelujah. അതെ, 6-ാം പ്രമാണം പരസ്യമായും രഹസ്യമായും ലംഘിച്ച ഒരു പരസ്യ പാപിനിയെ ആ നാട്ടിലെ നീതിമാന്മാരെന്ന് അറിയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറേ പേർ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവളെ കല്ലെറിഞ്ഞു കൊല്ലണം അവർ ബഹളം വെച്ചു. നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈശോ ബഹളം കൂടിയപ്പോൾ നിവർന്നു നോക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുവചനം. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. The Gospel according to Saint John, chapter 8, verse 7. When they kept on questioning him, he straightened up and said to them, let anyone among you who is without sin be the first to throw a stone at her. Praise the Lord. Hallelujah. ഈശോ വീണ്ടും കുനിഞ്ഞിരുന്ന് എഴുതുകയാണ്. ആ നീതിമാന്മാരെല്ലാം മുഖത്തോട് മുഖം നോക്കി. അവർക്ക് ആകെപ്പാടിയൊരു ചമ്മൽ. എന്താണ് ആ ചമ്മലിൻ്റെ കാരണം? വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 9-ാം തിരുവചനം. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. The Gospel according to Saint John, chapter 8, verse 9. When they heard it, they went away one by one, beginning with the elders. Praise the Lord. Hallelujah. അവരൊന്നും കർത്താവിൻ്റെ മുൻപിൽ നീതിമാന്മാരായിരുന്നില്ല. ഈ കൂട്ടരെ കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവർ എന്ന്. ഹല്ലേലൂയ. അവരെല്ലാം നാട്ടിലെ നീതിമാന്മാരെന്ന് അറിയപ്പെടുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ കർത്താവ് നിവർന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ നീതിമാനെയും കണ്ടില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. The Gospel according to Saint John, chapter 8, verse 11. And Jesus said,
neither do I condemn you. Go your way, and from now on do not sin again. Praise the Lord. Hallelujah. ആ വാചകം ആ പാപിനിയുടെ മനസ്സിൽ പതിഞ്ഞു. അവൾക്ക് വലിയ അനുതാപവും പശ്ചാത്താപവും തോന്നി. പിന്നീട് ആ സ്ത്രീയെ നമ്മൾ കാണുന്നത് കുരിശിന്റെ വഴിയിലെ 12-ാം സ്ഥലത്ത് കാൽവരി കുന്നിലെ കുരിശും ചുവട്ടിൽ മാതാവും യോഹന്നാനും അവളോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. ഇന്ന് അവൾ അത്രമാത്രം വിശുദ്ധയായി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞു വന്ന നീതിമാന്മാരെ ആരെയും അവിടെ കണ്ടില്ല. എങ്ങനെയാണ് ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുൻപേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിച്ചത്? How did the tax collectors and the prostitutes are going into the kingdom of God ahead of you? Praise the Lord. Hallelujah. വീണ്ടും ആ സ്ത്രീയെ നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാം തിരുവചനം. സാബത്തിന് ശേഷം ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. The Gospel according to Saint Matthew, chapter 28, verse 1. After the Sabbath, the first day of the week was dawning. Mary Magdalene and the other Mary went to see the tomb. Praise the Lord. Hallelujah. അവിടെയൊന്നും അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞു വന്ന നീതിമാന്മാരെ ആരെയും കണ്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 8-ാം തിരുവചനം. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കുവാൻ ഓടി. The Gospel according to Saint Matthew, chapter 28, verse 8. They left the tomb quickly with fear and great joy and ran away to tell his disciples. Hallelujah. Hallelujah. ഓർക്കണം, കർത്താവിൻ്റെ കൂടെ നടന്നിരുന്ന ശിഷ്യന്മാരെ ആ ഈശോ ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന വിവരം അറിയിക്കുവാൻ പോകുന്നത് പഴയ പാപിനിയായ ആ സ്ത്രീയാണ്. അപ്പോൾ ഇന്ന് അവളുടെ നിലപാട് എന്തായി മാറി എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 9-ാം തിരുവചനം. പെട്ടെന്ന് യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. The Gospel according to Saint Matthew, chapter 28, verse 9. Suddenly, Jesus met them and said greetings. And they came to him, took hold of his feet and worshipped him. Praise the Lord. Hallelujah. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോയ ആ പാപിനിയായ സ്ത്രീയെയാണ് കർത്താവ് അഭിവാദനം ചെയ്തത്. എങ്ങനെയാണ് ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുൻപേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിച്ചത്? How did the tax collectors and the prostitutes are going into the kingdom of God ahead of you? Praise the Lord. Hallelujah. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വന്നിരിക്കുന്ന ഈശോയെ ആണ്. അപ്പോൾ അതാ 6-ാം പ്രമാണം ലംഘിച്ച പരസ്യ പാപിനിയായ ഒരു സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്നു. യേശുവും ആ സ്ത്രീയുമായുള്ള സംഭാഷണത്തിനിടയിൽ യേശു പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്നു നീ പറഞ്ഞത് സത്യമാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവൾ പറഞ്ഞു, മിശിഹ വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. The Gospel according to Saint John, chapter 4, verse 25 and 26. The woman said to him, I know that Messiah is coming. When he comes, he will proclaim all things to us. Jesus said to her, I am he, the one who is speaking to you. Hallelujah. Hallelujah. പിന്നെ ആ സ്ത്രീ അവിടെ നിന്നില്ല. വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടവും കയറും അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി ജനങ്ങളോട് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം തിരുവചനം. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. The Gospel according to Saint John, chapter 4, verse 29. Come and see a man who told me everything I have ever done. Hallelujah. Hallelujah. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം തിരുവചനം. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. The Gospel according to Saint John, chapter 4, verse 39. Many Samaritans from that city believed him because of the woman's testimony. He told me everything I have ever done. Praise the Lord. Hallelujah. നാട്ടിൽ പരസ്യ പാപിനായി നടന്നിരുന്ന ഒരു സ്ത്രീ മൂലം അനേകർ കർത്താവിൽ വിശ്വസിച്ചു. അനേകരെ കർത്താവിലേക്ക് അടുപ്പിച്ച് അവൾ ആദ്യത്തെ വചന പ്രഘോഷകയായി മാറി. ഹല്ലേലൂയ. എങ്ങനെയാണ് ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത്? How did the tax collectors and the prostitutes are going into the kingdom of God ahead of you? Praise the Lord. Hallelujah. ഓട്ടത്തിൽ പ്രഗത്ഭനായിരുന്നില്ലേ മുയൽ? മുയൽ വിചാരിച്ചു, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു വീണ്ട വിചാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്. എന്നാൽ ആമ വിചാരിച്ചു, മുയലിനെ അപേക്ഷിച്ച് ഞാൻ എന്ത് ബലഹീനനാണ്, എനിക്ക് എന്തെല്ലാം കുറവുകളാണുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ. ആ ചിന്തയാണ് ആമയ്ക്ക് ഉത്തേജനം നൽകിയത്. എന്തായി ആ മത്സരത്തിൻ്റെ അവസാനം? പ്രഗത്ഭനായ ഓട്ടക്കാരൻ വെറും ഒരു നിസ്സാര ജീവിയായ ആമയുടെ മുൻപിൽ പരാജയപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് വന്ന വഴിയിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. കുരിശിൽ തൂങ്ങി ശിക്ഷ അനുഭവിക്കുവാൻ തക്കവിധം ക്രൂരപാപിയും കുറ്റവാളിയുമായിരുന്ന നല്ല കള്ളനും വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന സമരിയാക്കാരി സ്ത്രീയും ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്ന സക്കേവൂസും ധ്യാനകേന്ദ്രത്തിൽ ലീഡറായി മാറിയ ചേട്ടനുമെല്ലാം കടുത്ത അനുതാപവും പശ്ചാത്താപവും ഉണ്ടായി. അവരെല്ലാം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നു. എന്നാൽ ഇത് കണ്ടിട്ടും നീതിമാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. മുയലിൻ്റെ അതേ മനോഭാവത്തോട് ചേർന്ന് എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു അനുതാപത്തിൻ്റെയോ പശ്ചാത്താപത്തിൻ്റെയോ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന നീതിമാന്മാരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. Truly I tell you, the tax collectors and the prostitutes are going into the kingdom of God ahead of you. Praise the Lord. Hallelujah.